മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് ഗോകുലം മാളിൽ തീപിടുത്തം. മാളികക്കകത്തെ നെക്സ്റ്റോ ഇലക്ട്രിക്സ് വിഭാഗത്തിലാണ് തീപിടിച്ചത്. 20ഓളം ജീവനക്കാരാണ് മാളിലുണ്ടായത്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും ആളഭയം ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അഭിന? രേണുക, ഇന്ന് 7 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 7 മണിക്ക് ഈ ജീവനക്കാരെല്ലാം തന്നെ ഈ ഗോകുലം മാളിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സമയം. അതോടൊപ്പം തന്നെ ഈ നെസ്റ്റോയുടെ ചില വിഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം തന്നെ, ജീവനക്കാരെല്ലാം തന്നെ ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഈ ടിവിയും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ എല്ലാം അടങ്ങുന്ന നെസ്റ്റോയുടെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ ഒരു ചെറിയൊരു തീ ഉയരുന്ന പോലെ ജീവനക്കാർ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് ഈ ഒരു പുക ഉയരുകയും പിന്നീട് ഇവിടെ നിന്നും ജീവനക്കാരെല്ലാം തന്നെ ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ തീ അധികം ഉയർന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെയുള്ള മറ്റ് ഫയർ വർക്കുകളെല്ലാം വളരെ കൃത്യമായി ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ തീ പടരാതിരുന്നത് എന്നുള്ളതാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഇത്ര അധികം വലിയൊരു ദുരന്തം തന്നെ ഒഴിവായത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ജീവനക്കാരെല്ലാം തന്നെ മാറി നിന്നതുകൊണ്ടും ഈ ഒരു ഫയർ എക്സ്റ്റിങ്ഷനും വർക്കുകളും മറ്റു കാര്യങ്ങൾ വളരെ കൃത്യമായി നടന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു ദുരന്തം ഇവിടെ ഇന്ന് ഒഴിവായത് എന്നുള്ളതാണ് ഫയർഫോഴ്സ് അംഗങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഏതായാലും ഈ ഗോകുലം മാളിന്റെ 1ാം നിലയിലെല്ലാം തന്നെ വലിയ രീതിയിൽ പുക ഇപ്പോഴും ഉണ്ട്. നിലവിൽ ഈ പുകയെല്ലാം ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള വർക്കുകളെല്ലാം തന്നെ ഇപ്പോൾ ഫയർഫോഴ്സ് അംഗങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം പുകയെല്ലാം തന്നെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില ഭാഗങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും വലിയ രീതിയിൽ പുക ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം ഉച്ചയോട് കൂടി ഈ പുകയെല്ലാം മാറ്റിയതിനു ശേഷം മറ്റ് ഇലക്ട്രോണിക്സിനെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് വയറിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ പരിശോധനകളെല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ ഒരു വിഭാഗത്തിലുള്ള എല്ലാ ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളും അതുപോലെ തന്നെ നെക്സ്റ്റോടെ മറ്റ് ഭാഗങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രവർത്തനമാക്കൂ എന്നുള്ളതും ഇൻസ്പെക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ജീവനക്കാരെല്ലാം തന്നെ ഈ രാവിലെയും അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാനുള്ള ജീവനക്കാരെല്ലാം തന്നെ ഈ ഒരു ശബ്ദം കേട്ടതോടുകൂടിയാണ് ഇവിടെ നിന്ന് മാറിയത്. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ലിഫ്റ്റിനുള്ളിൽ മറ്റൊരു ജീവനക്കാരൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഫയർഫോഴ്സ് അംഗങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന ആളെയും ജീവനക്കാരനെയും ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ രക്ഷപ്പെടുത്തി എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗത്ത് മറ്റൊരു ജീവനക്കാരനും കുടുങ്ങിക്കിടന്നിരുന്നു. അയാളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ല മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഈ ജീവനക്കാർക്കില്ല എന്നുള്ളതും ഫയർഫോഴ്സ് അംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇവർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഏതായാലും ഈ ഒരു ദുരന്തത്തിൽ മറ്റ് ആശങ്കപ്പെടേണ്ട യാതൊരു തരത്തിലുള്ള കാര്യവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഇവിടെ നിന്ന് ഇപ്പോൾ പുക ഇവിടെ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട്. ഈ പുകയെല്ലാം ഇപ്പോൾ ഒഴിവാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. നിലവിൽ തീപിടുത്തം കാര്യമായി ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളതും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇനി അല്പസമയത്തിനകം തന്നെ ഈ പുകയെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റ് കാര്യങ്ങൾ, അതായത് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേടുപാടുകളാണോ എന്നുള്ളതെല്ലാം തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നിലവിൽ ടൗൺ പോലീസും മറ്റുദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് അംഗങ്ങളും ഇവിടെ സന്നിധരായിരിക്കുകയാണ്. ഇവിടെയുള്ള മറ്റു പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഈ ഫയർഫോഴ്സ് അംഗങ്ങളും ഏർപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നിലവിൽ പുറത്തു നിന്നുള്ള ആരെയും ഈ നിലവിൽ ഗോകുലം മാളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. കാരണം ഈ ഒരു അപകടത്തിനെ തുടർന്നാണ് ഈ ഭാഗത്തേക്ക് ആരെയും തന്നെ പ്രവേശിപ്പിക്കാത്തത്. ഏതായാലും ഗോകുലം മാളിലേക്ക് ഇന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉച്ചവരെ ഏതായാലും ഇതൊരു പ്രവർത്തിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. രേണുക, അതോടൊപ്പം തന്നെ അഭിനയ, എങ്ങനെയാണ് ഈ തീപിടുത്തത്തിന്റെ കാരണം? ഷോർട്ട് സർക്യൂട്ടാണോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ നെസ്റ്റോയുടെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ നിന്നാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ നമ്മളോട് പറഞ്ഞത്. ഈ ടിവികൾ, അതായത് നമ്മൾ വിൽപ്പനയ്ക്കായി ടിവികൾ നിരത്തി വെക്കാറുണ്ട്. ആ നിരത്തി വെച്ചതിൽ നിന്ന് ഒരു പെട്ടെന്ന് ഏതൊരു ഭാഗത്ത് നിന്നും ഒരു തീ വന്നു എന്നുള്ളതാണ് ഈ ജീവനക്കാരൻ പറയുന്നത്. ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം കാരണം എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം നിലവിൽ പുക ആണ് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ പുക
മാറിക്കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായി ഒരു പരിശോധന ഇവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ. നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് പ്രാഥമിക വിലയിരുത്തലിൽ നിന്നും ഫയർഫോഴ്സ് അംഗങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ കൃത്യമായി ഫയർ വർക്സുകളെല്ലാം തന്നെ കൃത്യമായി നടന്നതുകൊണ്ടാണ് വലിയ രീതിയിൽ അപകടം നടക്കാതിരുന്നത് എന്നുള്ളതാണ്. കാരണം ഫയർഫോഴ്സ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. കാരണം ചെറിയൊരു ആദ്യഘട്ടത്തിൽ ഈ ജീവനക്കാരൻ പറഞ്ഞത് ചെറിയൊരു തീ ഉയർന്നിരുന്നു. പിന്നീട് ആ തീക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. പക്ഷെ പിന്നീട് പുക മാത്രമാണ് ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത് കൃത്യമായി ഫയർ വർക്സുകളെല്ലാം തന്നെ ഇവിടെ നടന്നതുകൊണ്ടാണ് ഈ തീ വലിയ രീതിയിൽ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും പടരാതിരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ഇലക്ട്രോണിക്സ് ഭാഗങ്ങളിലേക്കൊന്നും തന്നെ ഈ തീ പടർന്നു പിടിക്കാതിരുന്നതും എന്നുള്ളതാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഏതായാലും ഈ പുക എല്ലാം തന്നെ മാറിയതിനു ശേഷം മാത്രമേ കൃത്യമായി ഒരു പരിശോധന ഇവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചവരെ ഏതായാലും ഈ ഭാഗങ്ങളിലേക്ക് ആരും എത്തരുത്, അല്ലെങ്കിൽ ഈ ഗോകുലമാളിലേക്ക് ആരും പ്രവേശിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശവും ഇതിനോടകം നൽകുന്നുണ്ട്. ശരി അബിന, വ്യക്തമാണ്. കോഴിക്കോട് ഗോകുലമാളിൽ തീപിടുത്തം. മാളിനകത്തെ നെക്സ്റ്റോ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലാണ് തീപിടിച്ചത്. 20ഓളം ജീവനക്കാരാണ് ഈ സമയത്ത് മാളിലുണ്ടായിരുന്നത്. എന്തായാലും ആളപായമില്ല. ഇന്ന് ഉച്ചവരെ ഈ മാളിലേക്ക് എത്തരുത് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആളപായമില്ലാത്തത് വലിയൊരു ആശ്വാസകരമാണ്. വിവരങ്ങൾ പങ്കുവച്ചത് അബിന പി ചിറക്കലാണ്.